ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ വയനാട് പോക്കിൽ നോളജ് സിറ്റി കയറി. അങ്ങനെ അവിടെ കയറി കുറച്ച് നേരം ഒന്ന് വിസിറ്റ് ചെയ്ത് അങ്ങോട്ട് കയറാനുള്ളത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോന്ന് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം കയറണമെന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് ചായ കപ്പയും ബോട്ടിയും കഴിച്ചിട്ടോ. അത് കഴിച്ചിട്ട് നമ്മൾ ഈ ചുരത്തിലേക്ക് എത്തുകയാണ്. ആ ചുരത്തിൽ കുറേ കുരങ്ങന്മാരുണ്ട്. ആയിട്ട് ഞങ്ങൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുക്കുകയാണ് കേട്ടോ. അവിടെ എന്താ ചെറിയ കുട്ടികൾ എനിക്ക് തിന്നണൊക്കെയാ. അവിടെ ചെറിയ കുട്ടിയതോ എത്ര തൊളക്കണ്ടേ? അടിയിലതാ 2-3 കുഞ്ഞു കുട്ടിയോ കാലോക്ക് അങ്ങനത്തെ ഷോർട്സാക്കിട്ടാ കുറച്ച് ഇടയിൽ കൂടെ പോകണ്ടേ. രണ്ടാളെ വോട്ട് ചെയ്യും മോളെ. വലുതാക്കി എടുക്കും, വിട്ടക്കെടുത്താ പിന്നെ കിട്ടൂല. എന്റെ ഹെർബന് കുറഞ്ഞ കൊടുത്തില്ലേ? ഈ കുട്ടി എടുത്തോ? അതിന് ഇത്തര ചുരത്തിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാ നല്ല രസമുണ്ട്. ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്നിട്ട് അടിയിലേക്ക് എടുക്കുകയാണ്. ഇതാ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാ വീട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടികൾ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾ നല്ല ഉച്ച സമയമായതുകൊണ്ട് കുറേ കുറവാണ് കേട്ടോ ആൾക്കാർ. മറ്റേത് ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് പോകും. വയനാട്ടിലേക്ക് വരാൻ കുറേ ആൾക്കാർ പറയുന്നു. ഒരുപാട് ആൾക്കാർ വയനാട് കണ്ട ആൾക്കാരുണ്ടാവും. ഇതിലാണ് നമ്മൾ പള്ളിയിലാണ്, നമ്മൾ പള്ളിയിലാട്ടോ ഏറ്റവും മോളിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ വയനാട് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു ഭക്ഷണക്കട റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പൊന്നു ഇവിടുന്ന് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ
ഇത് മെയിനായിട്ട് വയനാട്ടിലുള്ള ചില കിണർ കണ്ടാൽ നല്ല രസമാണ് കേട്ടോ. ചെറിയ ചെമ്പ് പോലെ ഉണ്ടാവും കേട്ടോ. വലിയ ബിരിയാണി ചെമ്പിൻ്റെ അത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. അത് റിങ്ങൊക്കെ വാർത്ത് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഞാൻ അത് ശരിക്കും എടുത്തിട്ടില്ല. വെള്ളത്തിൽ വലയൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. കുട്ടികൾക്കൊക്കെ മുക്കാം. കുറച്ച് 2 റിങ് ആയേ ഉള്ളൂ കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. കുറച്ചായേ ഉള്ളൂ. പിന്നെ ഇവര് ഈ വയലിലെ മണ്ണിട്ടിട്ട് അങ്ങനെ വീടെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ വേഗം വെള്ളമൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിൻ്റെ മരുമോളും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചോറുന്ന് കേട്ടോ. ഞങ്ങൾ തിന്നുമ്പോഴാണ് ഓല് വന്നത്. പിന്നെ ഓല് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കട്ടെ, നമ്മൾ ഇറങ്ങുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുകയാണ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു മടിയുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളുപ്പാൻ്റെ മൂത്ത പെങ്ങളാണ് അമ്മായി കേട്ടോ. ഒരു ഭക്ഷണം കഴിക്കട്ടെ, അപ്പം നമുക്ക് ഇറങ്ങാം. ഇപ്പം തന്നെ സമയം ഒരുപാടായിരുന്നു, വൈകുന്നേരമായിരുന്നു കേട്ടോ. നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളെ അങ്ങ് ടൗണിൽ എത്തിയിട്ടോ. പനമ്പരം ടൗണിൽ കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഈ ഒരു കാഴ്ച കാണാം കേട്ടോ. നല്ല വയലോര കാഴ്ചകളാണ്. കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നെല്ല് ഉള്ള സംഭവങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ അങ്ങാടി കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി എത്താനായിട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്താനുള്ള വഴിയാണിത്. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ചെറിയൊരു റോഡാണ് കേട്ടോ. ആ റോഡ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കടക്കുകയാണ്. അമ്മക്കട വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ വിളിക്കണം, അവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പം മക്കളും അവിടെ എത്താനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നല്ല സന്തോഷത്തിലാണല്ലോ. വയനാട്ടിലേക്കുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനിച്ചു. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.